കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പെറ്റൂണിയ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പേപ്പർ കപ്പിലാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേപ്പർ കപ്പിൽ ഇപ്പോൾ എല്ലാം നട്ടതെല്ലാം പിടിച്ച് നിൽപ്പുണ്ടേ. ഇനി ഇതെങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റീപോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് എംസാൻഡാണ്. എംസാൻഡ്, പിന്നെ നമ്മുടെ സാധാ ഗാർഡൻ സോയിൽ, പിന്നെ വേണ്ടത് ചാണകപ്പൊടിയുമാണ്. ഇത് മൂന്നും കൂടെ ചേർത്താണ് ഞാൻ മിക്സ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ചകിരിച്ചോറ് ചേർക്കാറില്ല, കാര്യം ഇതിന് വെള്ളത്തിൻ്റെ അംശം ഒരുപാട് അങ്ങ് വേണ്ടാത്തൊരു ചെടിയാണ്. വെള്ളം കൂടി നിന്നാൽ ചീഞ്ഞു പോവും, അതുകൊണ്ട് ചകിരിച്ചോറ് ചേർക്കാറില്ല. ഇതുപോലെ പേപ്പർ കപ്പിൽ സ്റ്റെമ്മ് കുത്തിപ്പിടിപ്പിച്ച 2 പ്ലാന്റാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇനി പോട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. പോട്ടി മിക്സ് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന ഇതുപോലത്തെ ഒരു ബേസിലാണ്. അപ്പോൾ അതിലാദ്യം ഗാർഡൻ സോയിൽ, പിന്നെ അതുപോലെ എംസാൻഡ്, ചാണകപ്പൊടി ഇതെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വലിയ കട്ടകളോ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടത്. മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലാം നല്ലപോലെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടി പറക്കുന്നുണ്ടായിരുന്നേ മിക്സ് ചെയ്തപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം നോക്കി വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ കിടക്കുന്ന കട്ടയും കല്ലും ഒക്കെ പറക്കിയെടുത്ത് കളയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റീപോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ പോട്ടിൽ ആദ്യം കുറച്ച് തെർമോക്കോള് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഡ്രെയിനേജ് എളുപ്പമാക്കും. പോരാത്തതിന് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ ഓവറായിട്ടുള്ള വെയിറ്റും വരത്തില്ല. അതുകൊണ്ടാണ് ഈ തെർമോക്കോൾ ഇടുന്നത്. ഇനി ഇതിലേക്ക് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. പോട്ടി മിക്സ് ഒരു 3/4 ഭാഗത്തോളം മതി. നമ്മൾ നടുന്ന ചട്ടിയിലെ 3/4 ഭാഗത്തോളം മതി. പോട്ടി മിക്സൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചു. ഇനി ചെയ്യേണ്ടത് ആ പേപ്പർ ഗ്ലാസ്സിനുള്ളിലെ പ്ലാന്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിനൊന്ന് കുതിർത്ത ശേഷമാണ് ഈ ചട്ടിയിലോട്ട് മാറ്റേണ്ടത്. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചേക്കാണ്. ഇതിപ്പോൾ വെള്ളം ഒഴിച്ചില്ല, ഇത് ഡ്രൈ ആണെങ്കിൽ ഈ പേപ്പർ ഗ്ലാസ് കയറുമ്പോൾ മണ്ണ് മൊത്തം അങ്ങ് പൊടിഞ്ഞു പോവുകയും ഈ ചെടി നമുക്ക് പിന്നെ നടാൻ കിട്ടാതെ വേരും ചെടിയുമായിട്ട് മാത്രം കയ്യിലിരിക്കും. പിന്നെ അതുകൊണ്ടൊരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ച് കുതിർത്ത ശേഷം മാത്രം ഇത് റീപോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കീറുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മുടെ ആ വെള്ളം ഒഴിച്ചത് കൊണ്ട് നമുക്ക് അതേ കണക്ക്, അതായത് എടുത്ത് അങ്ങ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. ഇതിൻ്റെ റൂട്ട് കണ്ടോ, നല്ലപോലെ റൂട്ടൊക്കെ വന്ന പ്ലാന്റാണ്. ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിൽ കുത്തിപ്പിടിപ്പിച്ച് നല്ല റൂട്ടാക്കി എടുത്ത പ്ലാന്റാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചത് കൊണ്ടാണ് ഇത് അതേപടി ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകും. പോട്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ഒരു കുഴി എടുത്ത ശേഷം, ചെറിയൊരു കുഴി എടുത്ത ശേഷം ഇത് ഉള്ളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. വച്ചിട്ട് മണ്ണങ്ങ് നീക്കിയിട്ടാൽ മതി. അഥവാ മണൽ മുകളിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലേശം പോട്ടി മിക്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ പ്ലാന്റ്സും റീപോർട്ട് ചെയ്തെടുക്കാം. മുകളിൽ മണൽ കാണാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ പോട്ടി മിക്സ് ഞാൻ ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കാണിക്കുന്നില്ല, ഇതുപോലെ റീപോർട്ട് ചെയ്തെടുത്തതാണ്. ഈ റീപോർട്ട് ചെയ്തെടുത്ത ശേഷം ഇതിനെ നേരെ അങ്ങ് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഇതൊന്ന് ഒരാഴ്ച ഒരു തണലത്ത് വെച്ച ശേഷം മാത്രം വെയിലത്തോട്ട് മാറ്റുക. പുതിയ മണ്ണുമായിട്ടൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഒരാഴ്ച എടുക്കുന്നത്. അതിനുശേഷം ഡയറക്റ്റ് സൺലൈറ്റിലോട്ടിടാം. അതുപോലെ വെള്ളം കൊടുക്കാൻ വിട്ടുപോകരുത്. ആവശ്യാനുസരണം വെള്ളവും കൊടുക്കണം. ഓവർ വാട്ടറിങ് പാടില്ല.